കോളേജിൽ അങ്ങനെ ഒരു സ്റ്റാർ ആയിരുന്നോ? ആളുകൾക്ക് സ്റ്റാർ ഒന്നുമല്ല അവന്മാര് എന്നാൽ റോൾ പക്ഷെ മെമിക്രി ചെയ്യുമായിരുന്നു അത്യാവശ്യം നല്ല. ആ സമയത്തൊക്കെ ചെയ്യും. ഞാൻ സ്ഥിരം മറ്റേ പണ്ട് ലാലിന്റെ ഒക്കെ ബ്ലാക്കിലെ ഡയലോഗ് ഒക്കെ ഫുള്ള് ഒറ്റ സ്പെച്ചിൽ പറയുമായിരുന്നു. ഈ പറഞ്ഞ പീപ്പാർന്ന് കൂരത്തെ കുട്ടിക്ക് യാത്ര തുടങ്ങുമ്പോ ഈ കരുതാറ് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആത്മവിശ്വാസം, അധികാരം. എനിക്ക് ലഹരി അധികാരമായിരുന്നു, കൊല്ലാൻ, ശിക്ഷിക്കാൻ. ഒരു പട്ടണത്തിൽ ഒരു മനുഷ്യജീവിന്റെ തലമുറ മാറ്റാൻ കഴിയുന്ന അധികാരത്തിന് ലഹരി. എന്നെ നീ തല നിർത്തിട്ട് പോവാൻ പറഞ്ഞ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഡെവിൻ കാർലോസ് എന്ന മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ബോർഡ് വെക്കണോ? ഇതിങ്ങനെ കോളേജില് കുറെ പയ്യന്മാരിങ്ങനെ ഒരുത്തരം വില്ലനായിട്ട് വെച്ച് തരും. റഹ്മാന്, ജൂനിയർ പയ്യന്മാർ, അവരുടെ പേര് രാഹുൽ, രാജു, നമ്മുടെ പയ്യന്മാരെ അവന്മാർ ഒരുത്തരം വെക്കുക. അപ്പൊ ഞാൻ അവിടെ കിട്ടുന്ന ഒരു കമ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട് അവന്മാർക്ക് ഒരു ഹരം, എനിക്കൊരു ഹരം, വേദനിപ്പിക്കുമ്പോൾ ഒരു ഹരം. എന്നിട്ട് ഒരുത്തരം ശരിക്ക് കുത്തി വേദനിപ്പിച്ചിട്ട് കളിയുടെ പ്രാഥമിക പാഠങ്ങൾ മറന്നുകൊണ്ടുള്ള നിന്റെ ഈ പോക്ക് അതിന് വേണ്ട. യു ആർ ഡിസ്പെസ്ഡ്. കൊല്ലുന്നതിന് മുമ്പ് നിനക്ക് എന്റെ പേര് കണ്ടേ, ഡെവിൻ കാർലോസ് പണവീടൻ. കാരമുള്ളിന്റെ ആസക്തികൾ മനുഷ്യത്തേടിയത് പ്രാണനോ? ഈ സാറോ അടിച്ചു വിട്ടിട്ട് ചുമ്മാ ഒന്ന് രോഹിച്ചിട്ട് വിടും. പക്ഷെ അന്ന് ഈ ലാൽ സാറിന്റെ ഈ ജംഗിളി റമ്മി ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. എപ്പം മുതലേ പുള്ളിയുടെ ശബ്ദം മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ മിമിക്രിക്കാരും ബാക്കിയുള്ള ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ല, പുള്ളി ഇങ്ങനെ കുറെ പേരൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നു, അതൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, വികലമാക്കും. ഞാനും ടൊറാളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് സാറിന് ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, സാറിന്റെ കൂടെ ഒരു പരിപാടി, ഒരു പാട്ട് ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ സ്റ്റേജിൽ പറഞ്ഞ് പാടിയിട്ടുണ്ട്. അപ്പൊ ഏഷ്യാനെറ്റിലാണത് ചെയ്തത്. അപ്പൊ ഭയങ്കര റീച്ച് ആയിരുന്നു ആ സമയത്ത്. ഹോട്ട്സ്റ്റാറിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ അജി സ്റ്റീൽ ദ ഷോ എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു 4 എപ്പിസോഡിൽ അതുപോലെ. സോ അപ്പൊ ലാൽ സാറിന്റെ കൂടെ എനിക്ക് അങ്ങനെ ഭയങ്കര സ്നേഹമാണ്.